ഇപ്പോൾ നിൽക്കുന്നത് ഒരു ഗ്രാനായ എൻഗേജ്മെൻറ്റ് പരിപാടിയിലാണ്. എൻഗേജ്മെൻറ്റ് മാത്രമല്ല ഇവിടെ നടക്കുന്നത്, കൂടാതെ ചന്ദൻ ചാർത്തൽ, മൈലാഞ്ചി എല്ലാ പരിപാടികളുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് എങ്ങനെയാണെന്ന് കാണാം. എന്തായാലും ആദ്യം തന്നെ പള്ളിയിലെ ചടങ്ങുകൾക്കെല്ലാം ഏകദേശം ഒരു ചെറുപ്പത്തിലൊക്കെ കേൾക്കുന്ന പോലെയാണ് തോന്നുന്നത്. ഒരു ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു എൻട്രി ആയിരുന്നു ഈ ഒരു എൻഗേജ്മെൻറ്റിന് വേണ്ടിയിട്ട്. ഒരു എൻഗേജ്മെൻറ്റ് സെറിമണികൾക്ക് ശേഷം നമ്മൾ ചെയ്ത അടുത്ത പരിപാടി യാത്രാഭവനം കൊടുക്കലാണ്. ചെറുക്കൻ്റെ അമ്മാച്ചന്മാരും പെണ്ണിൻ്റെ അമ്മാച്ചന്മാരും ചേർന്ന് ചെറുക്കൻ യാത്രാപുകല കൊടുക്കുന്ന ചടങ്ങ്. പെണ്ണിൻ്റെ അമ്മാച്ചന്മാരും ചെറുക്കൻ്റെ അമ്മാച്ചന്മാർക്കാണ് കൊടുക്കുന്നത്. ഈ യാത്രാപുകലയിൽ മെയിനായിട്ട് മദ്യക്കുട്ടിയാണ് ഉള്ളത് കേട്ടോ. അത് രണ്ടുപേരും പരസ്പരം അങ്ങോട്ട് കൈമാറിയതിന് ശേഷം നമ്മൾ അടുത്ത പെണ്ണിന് മൈലാഞ്ചി ചടങ്ങിലേക്ക് കടക്കാണ്. ഇപ്പോൾ പെണ്ണിന് ചുറ്റും നിൽക്കുന്നത് പെണ്ണിൻ്റെ അമ്മാച്ചന്മാരും അമ്മായിമാരുമാണ്. ഇവർ രണ്ടു കൂട്ടരും ചേർന്നാണ് മൈലാഞ്ചി ഇടുന്നത്. ആദ്യം മൈലാഞ്ചി ഇടുന്നത്. ഒപ്പം മാർത്തോം എന്ന് പറഞ്ഞിട്ടുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള സോങ്ങാണ് ചാരായ സമുദായത്തിൻ്റെ പരമ്പരാഗത ചടങ്ങുകൾക്കെല്ലാം വേണ്ടി ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ പാടുന്നവരത്ര ആഘോഷമാക്കുന്ന പാട്ട്. ഇനി അടുത്ത് നമുക്ക് വരുന്നത് നമ്മുടെ ചെറുക്കൻ്റെ ചന്ദൻ ചാർത്തലാണ്. ഇനി വരുന്നത് ആരാണെന്ന് നോക്ക്, പരികർമ്മിയാണ്. പരികർമ്മി കേട്ടോ. പണ്ടത്തെ സമ്പ്രദായങ്ങളും പണ്ടത്തെ ആചാരങ്ങളുമാണ്. ഇപ്പം നമ്മളത് കുറച്ചുകൂടെ ഭംഗിയാക്കി ചെയ്യുന്നു എന്ന് മാത്രം. ഈ പരികർമ്മി വരുന്നു. പരികർമ്മി വന്ന് ചെറുക്കനെ അണിയിച്ചൊരുക്കി കൊണ്ടുപോകുന്നു. അതായത് ചെറുക്കനെ എണ്ണ തേച്ച് കുളിപ്പിച്ച് ഷെയ്വ് ചെയ്ത് തുണിയൊക്കെ വെട്ടി കൊണ്ടുപോകുന്ന ചടങ്ങുകളാണ് ചെയ്യുന്നത്. ഓൾറെഡി നമ്മുടെ ചെക്കൻ നല്ല സുന്ദരക്കുട്ടപ്പനായിട്ടാണ് ഇരിക്കുന്നത്. എന്നാലും കുറച്ചും കൂടെ ഒരു ചടങ്ങുകൾക്കൊക്കെ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യേണ്ട. അപ്പോൾ പരികർമ്മിയുടെ ഒരു സഹായിയുണ്ട്. വരുന്നു, മുടി വെട്ടുന്നു, ഷെയ്വ് ചെയ്യുന്നു, എണ്ണയൊക്കെ തേപ്പിച്ച് കൊണ്ടുപോകുന്നു. ചെറുക്കൻ്റെ അവകാശങ്ങൾ കൂട്ടിക്കൊണ്ടുപോകുന്നു. അപ്പോഴും നമ്മുടെ പാട്ടുകളൊക്കെ പാടി നല്ല രസമായിട്ടാണ് വരുന്നത്. ഇനി അടുത്തത് നമ്മുടെ പെണ്ണിൻ്റെ ചന്ദൻ ചാർത്തലാണ്. അതിനുവേണ്ടി പെണ്ണിനെ നല്ല രാജകുമാരിയെ പോലെ അണിയിച്ചൊരുക്കി വേദിയിലേക്ക് കൊണ്ടുവരികയാണ്. നല്ല സുന്ദരിയായിട്ട് നമ്മുടെ ദേവസേനയെ പോലെ ഇരിക്കുന്ന ഒരു സുന്ദരി പെൺകുട്ടിയായിരുന്നു കേട്ടോ. ഇനി ഇതിന് കൂടെ ചന്ദൻ ചാർത്താനായിട്ട് അതിന് തൊട്ട് നമ്മുടെ അമ്മാച്ചൻ വന്ന് ചോദിക്കുന്ന ഒരു തലം തന്നെ കെട്ടി നല്ല അടിപൊളിയായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യത്തിലേക്കാണ് കിടക്കുന്നത്. ഏറ്റവും മൂത്ത അമ്മാച്ചനാണ് വന്നിരിക്കുന്നത് കേട്ടോ. ആ പുള്ളി ആദ്യം മൈക്കൊക്കെ എടുത്ത് നമ്മുടെ സുന്ദരി കുട്ടിക്ക് കൊടുക്കട്ടെ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യത്തിലേക്കാണ് പോകുന്നത്. ഒരു പാട്ടൊക്കെ ഭയങ്കര രസമാണ്. അത് ലൈവായിട്ട് നമ്മൾ കാണുന്നുണ്ടല്ലോ. നമ്മൾ വേറെ ഏതോ ഒരു സ്ഥലത്ത് പോയതുപോലെ വേറെ ആരുടെയും ചടങ്ങുകളുടെ ഭാഗമാകാനായിട്ട് പോകുന്ന പോലെയാണ് നമുക്ക് തോന്നുന്നത്. ഇച്ചപ്പാട് കൊടുക്കുന്ന ചടങ്ങുകൾ. ആദ്യത്തെ അമ്മാച്ചനും അമ്മായിയും കൂടെ ചേർന്ന് ഇച്ചപ്പാട് കൊടുക്കുന്നു. അതിനുശേഷം ഈ ചടങ്ങിന് ശേഷം എന്താണെന്ന് അറിയാമോ? ഈ ചടങ്ങിന് ശേഷം നമ്മുടെ ചെറുക്കൻ്റെ ചന്ദൻ ചാർത്തൽ, അത് കഴിഞ്ഞിട്ട് വീണ്ടും പെണ്ണിൻ്റെ ചന്ദൻ ചാർത്തൽ. അങ്ങനെ മൊത്തം ഒരു 6 മണിക്ക് തുടങ്ങിയ പരിപാടി ഏകദേശം ഒരു 7 മണി, 8 മണി, 9 മണി, 10 മണി, 11 മണി ആയപ്പോഴാണ് അവിടെ നിന്ന് മെല്ലെ വൈൻഡപ്പ് ആയത്. അങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ ഗ്രാൻഡായ എൻഗേജ്മെൻറ്റ് സെറിമണി ആയിരുന്നു.